വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് യഹോവയിൽ ആശ്രയിക്കുന്നവൻ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. സദൃശ്യവാക്യങ്ങൾ 28 അധ്യായം 25 വാക്യം. അത്യാഗ്രഹമുള്ളവൻ വഴക്കുണ്ടാക്കുന്നു, യഹോവയിൽ ആശ്രയിക്കുന്നവനോ പുഷ്ടി പ്രാപിക്കും. സമൃദ്ധവും അനുഗ്രഹീതവുമായ ഒരു ജീവിതത്തിന്റെ രഹസ്യമിതാ, ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ മാത്രമേ അഭിവൃദ്ധി പ്രാപിക്കൂ. എന്നാൽ ചിലർ ദൈവത്തിൽ ആശ്രയിക്കുന്നില്ല, അവർ ദൈവത്തെ വിശ്വസിക്കുന്നതുമില്ല. അവർ സ്വന്തം കഴിവിൽ വിശ്വസിക്കുന്നു. സ്വന്തം ഹൃദയത്തിൽ ആശ്രയിക്കുന്നവൻ വിഡ്ഢിയാണെന്ന് സദൃശ്യവാക്യങ്ങൾ 28 അധ്യായം 26 വാക്യത്തിൽ വിശുദ്ധ ഗ്രന്ഥം പറയുന്നു. ഒരു കുട്ടി ജനിക്കുമ്പോൾ അവന്റെ മാതാപിതാക്കളിൽ സ്വാഭാവികമായ വിശ്വാസമുണ്ട്. അവൻ കരയുമ്പോൾ അവന്റെ അമ്മ അവനെ മുലയൂട്ടുമെന്ന് അത് വിശ്വസിക്കുന്നു. അവന്റെ അമ്മ അവനെ നന്നായി പരിപാലിക്കുമെന്ന് അത് വിശ്വസിക്കുന്നു. സ്വാഭാവികമായ വിശ്വാസമാണ് കുട്ടി ജനിക്കുന്നത്. എന്നാൽ കുട്ടി വളരും തോറും അവന്റെ മാതാപിതാക്കൾ അവനെ സ്നേഹിക്കുന്നില്ലെന്നും അവനെ പരിപാലിക്കുന്നില്ലെന്നും കണ്ടെത്തിയാൽ മനുഷ്യർ വിശ്വാസരോഗ്യരല്ലെന്ന ആഴത്തിൽ വേരൂന്നിയ ഒരു ആശയം അവൻ വികസിപ്പിക്കുന്നു. ചെറുപ്രായത്തിൽ തന്നെ മാതാപിതാക്കളെ നഷ്ടപ്പെടുത്തുകയും ക്രൂരമായ രീതിയിലും സ്നേഹമില്ലാതെയും ബന്ധുമിത്രാദികളാൽ വളർത്തപ്പെടുകയും ചെയ്യുന്ന കുട്ടികൾ ഭാവിയിൽ ദേഷ്യക്കാരും ക്രൂരന്മാരും കൊലപാതകളുമായി മാറും. അത്തരക്കാരെ നിങ്ങൾ കർത്താവായ യേശുവിന്റെ സ്നേഹ കുടുംബത്തിലേക്ക് കൊണ്ടുവരണം. പിതാവെന്ന നിലയിലും അമ്മയെന്ന നിലയിലും സ്നേഹിക്കുന്ന കർത്താവായ യേശുവിന്റെ സ്നേഹത്തെക്കുറിച്ച് നിങ്ങൾ അവരോട് വിവരിക്കണം. അമ്മയെപ്പോലെ അവരെ ആശ്വസിപ്പിക്കുന്ന യേശുവിന്റെ സ്നേഹം ആസ്വദിക്കാൻ നിങ്ങൾ അവർക്ക് അവസരങ്ങൾ നൽകണം. അപ്പോൾ അവർക്ക് പുതിയ മാതാപിതാക്കളും പുതിയതും അനുഗ്രഹീതവുമായ കുടുംബവും ഉണ്ടാകും, അതായത് ദൈവത്തിന്റെ കുടുംബം. ആ കുടുംബത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തുവിന്റെ ക്ഷമിക്കുന്ന സ്നേഹം നാം തിരിച്ചറിയുന്നു. നമുക്ക് മറ്റുള്ളവരോട് സ്വതന്ത്രമായി ക്ഷമിക്കാം. നമ്മെ ദ്രോഹിച്ചവരെ അനുഗ്രഹിക്കാം. കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് പ്രയാസമില്ലാത്തതിനാൽ നമുക്ക് ശത്രുക്കളെ സ്നേഹിക്കാം. നിങ്ങൾ ക്രിസ്തുവിന്റെ കുടുംബത്തിൽ വളരുമ്പോൾ നിങ്ങളുടെ സ്വയത്തിലുള്ള ആശ്രയം മാറ്റുകയും കർത്താവിൽ ആശ്രയിക്കുകയും ചെയ്യുക. വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, സ്വന്തം ഹൃദയത്തിൽ ആശ്രയിക്കുന്നവൻ വിഡ്ഢിയാണ്, എന്നാൽ വിവേകത്തോടെ നടക്കുന്നവൻ വിടുവിക്കപ്പെടുമെന്ന്. ഇത് സദൃശ്യവാക്യങ്ങൾ 28 അധ്യായം 26 വാക്യത്തിൽ കാണപ്പെടുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങളെ ആശ്രയിക്കരുത്. മനുഷ്യന് ശരിയെന്ന് തോന്നുന്ന ഒരു വഴിയുണ്ട്, എന്നാൽ അതിന്റെ അവസാനം മരണത്തിന്റെ വഴിയാണെന്ന് സദൃശ്യവാക്യങ്ങൾ 14 അധ്യായം 12 വാക്യത്തിൽ കാണപ്പെടുന്നു. എപ്പോഴും കർത്താവിൽ ആശ്രയിക്കുക, അവനിൽ അചഞ്ചലമായ വിശ്വാസവും അർപ്പിക്കുക. അവൻ നിങ്ങളെ ഒരിക്കലും കൈവിടുകയില്ല. വിശുദ്ധ ഗ്രന്ഥം മുഴുവനും കർത്താവിൽ ആശ്രയിച്ച വിശുദ്ധരുടെ സാക്ഷ്യത്താൽ നിറഞ്ഞിരിക്കുന്നു. ദാവീദ് രാജാവ് പറയുന്നു, ഞാൻ ആശ്രയിക്കുന്ന എന്റെ ശക്തിയുടെ ദൈവം എന്റെ പരിചയം, എന്റെ രക്ഷയുടെ കൊമ്പും എന്റെ കോട്ടയും എന്റെ സങ്കേതവും, എന്റെ രക്ഷകനെ, നീ എന്നെ അക്രമത്തിൽ നിന്ന് രക്ഷിക്കുന്നു എന്ന്. ഇത് 2 ശമൂവേൽ 22 അധ്യായം 3 വാക്യത്തിൽ കാണാൻ സാധിക്കുന്നു. ദൈവമക്കളെ, ദാവീദ് കർത്താവിൽ ആശ്രയിച്ചു. കർത്താവ് ദാവീദിനെ അവസാനം വരെ സംരക്ഷിച്ചു. അതുപോലെ അവൻ നിങ്ങളെയും രക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം സങ്കീർത്തനം 13 അധ്യായം 5 വാക്യം. ഞാനോ നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു, എന്റെ ഹൃദയം നിന്റെ രക്ഷയിൽ ആനന്ദിക്കും. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ സങ്കീർത്തനങ്ങൾ 40, 41, 42 അധ്യായങ്ങൾ. വൈകുന്നേരം അപ്പോസ്തല പ്രവൃത്തികൾ 27 അധ്യായം 1 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.